अस्सलामु अलैकुम वറഹ്മത്തുള്ളാഹി തആല വബറകാത്ത്. മർഹബൻ 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 യാ തുല്ലാബ് കൈഫൽ ഹാൽ. അപ്പോൾ 9ാം ക്ലാസ്സിലെ മക്കളെ എല്ലാവരും ഓക്കെ ആണല്ലോ? എല്ലാവരും ക്രിസ്മസ് എക്സാമിന് വേണ്ടി കൊണ്ടിരിക്കുകയാണല്ലോ അല്ലേ? നമ്മൾ ഓൾറെഡി 3ാമത്തെ യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു ചാപ്റ്റർ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു അല്ലേ? ഒരു ഗ്രാമത്തിൽ നടന്നിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഒളിമ്പിക്സ് അല്ലേ? ഗ്രാമത്തിന്റെ ഒളിമ്പിക്സ് എന്നറിയപ്പെടുന്ന ഒളിമ്പിക്സിൽ വളരെ 82 വയസ്സ് പ്രായമുള്ള ഒരാൾ എന്ത് ചെയ്യുന്നു? സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള ഒരു വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്? കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് അല്ലേ? എല്ലാവരും മറന്നുപോയോ? ഇല്ല അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്ന് അതിന്റെ തുടർഭാഗം എന്നോണം അതിന്റെ 3ാമത്തെ യൂണിറ്റിലെ 2ാമത്തെ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്ന് ചർച്ച ചെയ്യുന്നു. അപ്പോൾ കുട്ടികളൊക്കെ മനസ്സിലാക്കേണ്ടത്, തൊട്ട് മുമ്പത്തെ ക്ലാസ് ആരെങ്കിലും കേൾക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ, അത് കാണാതെ ഇത് വന്ന് കാണുന്ന ഏതെങ്കിലും മക്കളുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആ ക്ലാസ് പോയി കേട്ടിരിക്കണം. കാരണം അത് കേട്ടാലേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഇതിലേക്ക് കണക്ഷൻ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? ആ ക്ലാസ് എക്സാമിനറിലെ 9ാമത്തെ ക്ലാസ്സിന്റെ യൂട്യൂബിൽ പോയിട്ട് എന്ത് ചെയ്യണം? നിർബന്ധമായിട്ട് ആ ക്ലാസ് കേൾക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക? ഈ ക്ലാസ് വന്ന് കേൾക്കുക. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് തുടങ്ങിക്കൂടെ? വളരെ സിമ്പിൾ ആയിട്ടുള്ള വളരെ ചെറിയ ഒരു ചാപ്റ്റർ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ എല്ലാവരും റെഡിയല്ലേ? എൻ്റെ കുട്ടികളൊക്കെ റെഡിയല്ലേ? എല്ലാവരും റെഡിയാക്കി ഇരിക്കണം. നമുക്ക് നല്ല മാർക്ക് എന്ത് ചെയ്യണം? ക്രിസ്മസ് എക്സാമിൽ 9ാം ക്ലാസ്സിൽ എൻ്റെ എല്ലാ മക്കൾക്കും അറബിയിൽ എന്ത് ചെയ്യണം? എല്ലാ വിഷയത്തിലും മാർക്ക് വേണം. അറബിയിൽ നല്ല മാർക്ക് എന്ത് ചെയ്യണം? കുട്ടികൾ സ്കോർ ചെയ്യണം. ചെയ്യൂലേ? സാറ് കണ്ടീഷൻ ഉണ്ട്, സാറ് ഗ്യാരണ്ടി ഉണ്ട്. ആരും പേടിക്കേണ്ട. സാറെ കൂടെ എന്ത് ചെയ്യുക? ക്ലാസ് ഇങ്ങനെ കേട്ടാൽ മതി. ഓക്കെ, തുടങ്ങാം. റെഡി? 1 2 3 സ്റ്റാർട്ട് അല്ലേ? തുടങ്ങാം അല്ലേ? ഓക്കെ, യെസ് 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 യെസ്. നോക്കൂ, അൽ ഹയാത്തു സഈദ. നമ്മുടെ പാഠത്തിന്റെ ഹെഡിങ്ങിന്റെ പേരെന്താ? അൽ ഹയാത്തു സഈദ അല്ലേ? വളരെ വിജയകരമായിട്ടുള്ള ജീവിതം എന്നാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഹെഡിങ്ങിന്റെ പേര്. നോക്കൂ, കാമ വസീറു റിയാലത്തി, അതായത് നമ്മുടെ സ്പോർട്സ് മന്ത്രി അല്ലെ? സ്പോർട്സ് മന്ത്രിക്കാണ് നമ്മൾ എന്തെന്ന് പറയാ? അൽ വസീറു റിയാല അല്ലെ? സ്പോർട്സ്, കായിക മന്ത്രി. അപ്പൊ കായിക മന്ത്രി, ഇപ്പൊ കായിക മന്ത്രി വളരെ ചർച്ചാ വിഷയമാണ്. കായിക മന്ത്രി എന്ത് ചെയ്തു? എഴുന്നേറ്റ് നിന്നു. എന്തിനെ കൊണ്ട്? ബിത്തൗസീ എന്ന് പറഞ്ഞ എന്താ? വിതരണം ചെയ്തു. അൽ ജവായിസ്, സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വ അൽഖാ ഖുതുബത്തൻ. അപ്പോൾ നമ്മളെ പരിപാടികളൊക്കെ, നമ്മുടെ ഒളിമ്പിക്സ്, ഗ്രാമത്തിലെ ഒളിമ്പിക്സ് ഒക്കെ അവസാനിച്ചു. നമ്മളെ കായിക മന്ത്രി സമ്മാനങ്ങളും മെഡലുകളൊക്കെ നൽകാൻ വേണ്ടി കായിക മന്ത്രി നിന്നു. കായിക മന്ത്രി അതൊക്കെ നൽകി. അതിനുശേഷം കായിക മന്ത്രിയിലെ ഒരാൾ ഉദ്ഘാടനത്തിന് വന്നാൽ എന്ത് ചെയ്യും? അദ്ദേഹം സമ്മാനങ്ങളൊക്കെ കൊടുത്തിട്ട് പിന്നെ അദ്ദേഹത്തിന് ഒരു മുഖ്യ പ്രഭാഷണം ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മളെ വസീറുൽ റിയാല, കായിക മന്ത്രി എന്ത് ചെയ്യുന്നു? എഴുന്നേറ്റ് നിൽക്കുന്നു. എന്നിട്ട് അദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി തുടങ്ങി. നോക്കൂ, അയ്യോ അല്ല ഇസാഹ്, അദ്ദേഹം തുടങ്ങുകയാണ്. യാ അയ്യോ അല്ല ഇസാഹ്. നമ്മളെന്താ പ്രസംഗിക്കും? പറയാ, ഓ എൻ്റെ പ്രിയപ്പെട്ടവരെ അല്ലേ? അതേപോലെ തന്നെ നമ്മുടെ കായിക മന്ത്രിയും തുടങ്ങുകയാണ്. അയ്യോ ലൈസാ, ഓ എൻ്റെ പ്രിയപ്പെട്ടവരെ, അന സഈദും ബിലിഖായിക്കും, ഞാൻ വളരെയധികം സന്തോഷവാനാണ്. അന സഈദുൻ, ഞാൻ വളരെയധികം സന്തോഷവാനാണ്. എന്തിനാണ്? ബിലിഖായിക്കും, നിങ്ങളെ കണ്ടുമുട്ടിയതിൽ. ഫി ഹാദൽ മൈദാൻ, ഈ മൈതാനിയിൽ നിങ്ങളെ കണ്ടുമുട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ബി മുനാസബത്തിൽ ഒളിമ്പിയ അൽ ഖറിയ, ഗ്രാമത്തിന്റെ ഒളിമ്പിക്സ് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു മനോഹരമായിട്ടുള്ള വേദിയിൽ നിങ്ങളുമായിട്ട് സംവദിക്കാൻ, നിങ്ങളുമായിട്ട് കണ്ടുമുട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയാണ് എന്ത്? ഇജ്തമഅതും ഹുനാ, ഇവിടെ ഒരുമിച്ച് കൂടി അല്ലേ? ഇജ്തമഅതും ഹുനാ, ഇവിടെ ഒരുമിച്ച് കൂട്ടപ്പെട്ടു. ആരൊക്കെ? ശുഭാനൻ, യുവാക്കൾ ഈ വേദിയിലുണ്ട്. അതുപോലെ തന്നെ വശുയൂഹൻ, വൃദ്ധരുണ്ട്, പ്രായമുള്ള ആളുകളുണ്ട്. യുവാക്കൾ ഈ വേദിയിലുണ്ട്. അതുപോലെ തന്നെ ഹൗലാദ്, കുട്ടികൾ എവിടെയുണ്ട്? ഈ വേദിയിലുണ്ട്. അതുപോലെ തന്നെ ബനാത്ത് അല്ലേ? ബനാത്ത്, അപ്പോൾ കുട്ടികളുണ്ട്. അതുപോലെ തന്നെ സ്ത്രീകളുണ്ട്, ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, വയസ്സരുണ്ട്, പ്രായമുള്ളവരുണ്ട്, പ്രായം കുറഞ്ഞ ആളുകളുണ്ട്, യുവാക്കളുണ്ട്. എല്ലാവരും കൊണ്ടും സമ്പന്നമാണ് എന്ത്? നമ്മുടെ ഈ ഒരു വേദി എന്നുള്ളത്. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഫ അൻതു, നിങ്ങൾ, ആ ഗ്രാമത്തിലുള്ള പ്രദേശക്കാരോട് പറയാണ്, ഫഅൻതും, നിങ്ങൾ ആരാണ്? ഹസനത്തുൻ ലിഉലൂമി വിലായത്തിന, നമ്മുടെ മറ്റുള്ള മുഴുവൻ, നമ്മുടെ കേരളത്തിലെ മറ്റു എല്ലാവർക്കും നിങ്ങൾ ആരാണ്? മാതൃകാജനമായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ മാതൃകായോഗ്യരായിട്ടുള്ള ആളുകളാണ് എന്ത്? ഈ ഗ്രാമത്തിലുള്ള ആളുകൾ എന്ന് പറയുന്നു. ആര്? നമ്മുടെ കായിക മന്ത്രി. എന്നിട്ട് അതിനുശേഷം പറയാണ്, അൻതഹിസ്സു ആദിഹിൽ ഫുർസ. അൻതഹിസ്സു, എന്താ അൻതഹിസ്സു എന്ന് പറഞ്ഞാൽ? അൻതഹിസ്സു,
ഞാൻ ഉപയോഗിക്കുന്നു, ഞാൻ ഉപയോഗപ്പെടുത്തുന്നു ആദിഹിൽ ഫുർസ, ഈ ഒരു അവസരം അല്ലെ. അൽ ഫുർസത്തുൽ ജമീൽ, എന്താ അൽ ഫുർസത്തുൽ ജമീൽ എന്ന് പറയുന്ന ഈ മനോഹരമായ സുന്ദരമായ ഒരു അവസരം എന്നാണ് പറയുക. അപ്പോൾ നോക്കൂ, അൻതഹിസു, ഞാൻ ഉപയോഗപ്പെടുത്തുന്നു ആദിഹിൽ ഫുർസ, ഈ ഒരു സമയം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു, ഈ ഒരു നിമിഷം ഞാൻ ഉപയോഗപ്പെടുത്തുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗപ്പെടുത്തുന്നത്? ലിത്തഖ്ദീർ എന്ന് പറയാൻ, അനുമോദിക്കാൻ വേണ്ടി. ആരനുമോദിക്കാൻ വേണ്ടി? നജ്മിന, നമ്മുടെ നക്ഷത്രത്തെ. എങ്ങനത്തെ നക്ഷത്രമാണ്? സാത്തി എന്ന് പറഞ്ഞാൽ എന്താ? അന്നജ്മുസാത്തി എന്ന് പറഞ്ഞാൽ എന്താ? തിളങ്ങി നിൽക്കുന്ന അല്ലെ, തിളങ്ങുന്ന നമ്മുടെ നക്ഷത്രത്തെ ഞാൻ ഈ സമയത്ത് ആശംസിക്കാൻ വേണ്ടി, അനുമോദിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? ഈ സമയം ഉപയോഗപ്പെടുത്തുന്നു. ആരായിരുന്നു മക്കളെ നമ്മുടെ തിളങ്ങുന്ന നക്ഷത്രം? തിളങ്ങി ജലിക്കുന്ന നക്ഷത്രം ആരായിരുന്നു? യെസ്, അതാണ് നമ്മുടെ ആര്? അബ്ദുള്ളയാണ് അദ്ദേഹം. എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത? 82ാമത്തെ വയസ്സിൽ അദ്ദേഹം ഒളിമ്പിക്സിൽ ഓട്ട മത്സരത്തിന് വേണ്ടി പങ്കെടുക്കുകയും ആ മത്സരത്തിൽ ഗോൾഡ് മെഡൽ നേടിയിട്ടുള്ള ആളാണ് ആര്? നമ്മുടെ അബ്ദുള്ള എന്ന് പറയും. നോക്കൂ, വഖദ് ശാറക മാഅകും ഫിൽ മുബാറ, ഈ മത്സരത്തിൽ നിങ്ങളോട് കൂടെ പങ്കെടുത്തു എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ വയസ്സ് നോക്കൂ മക്കളെ, 82 വയസ്സാണ്. മിനുംബിഹി, അദ്ദേഹത്തിന്റെ വയസ്സ്. അദ്ദേഹം കരസ്ഥമാക്കുകയും ചെയ്തു. എന്തിനെ കരസ്ഥമാക്കി? അൽ വിസാമു ദഹബി, സ്വർണ്ണ മെഡൽ കരസ്ഥമാക്കുകയും ചെയ്തു. അപ്പൊ മത്സരത്തിൽ പങ്കെടുക്കുക മാത്രമല്ല, 1ാം സ്ഥാനം നേടി 82ാം വയസ്സിൽ. എന്നിട്ട് ആ മന്ത്രി ഇങ്ങനെ, കായിക മന്ത്രി ഇങ്ങനെ വളരെ ഉഷാറായിട്ട് ഇങ്ങനെ പറഞ്ഞു വെക്കുകയാണ്. അതിനുശേഷം പറയുന്നു, അയ്യോ ലിഹ്വ, എന്റെ പ്രിയപ്പെട്ടവരെ, എന്താ പറയുന്നത്? റിയാലത്തു ലഹാ ദൗറും മുഹിമ്മും ഫി റിയായത്തി സിയ, അല്ലെ. നമ്മുടെ ആരോഗ്യകരമായ വിഷയങ്ങളിൽ ഈ സ്പോർട്സ് എന്നുള്ളത്, കായിക പരിപാടി എന്നുള്ളത്, അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ദൗറും മുഹിമിൻ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു. ദൗറൻ എന്ന് പറഞ്ഞാൽ പങ്കാണ്, മുഹിമിൻ എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട സുപ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നുണ്ട്. എന്ത് മക്കളെ? നമ്മുടെ സ്പോർട്സ് എന്നുള്ളത്. അപ്പോൾ കായിക ഇനങ്ങളിൽ പങ്കെടുക്കുക, അതിൽ വിജയം കണ്ടുവരിക്കുക. അതുപോലെ തന്നെ ഇത്തരം സ്പോർട്സുകളിൽ എന്ത് ചെയ്യുക? നിരന്തരം സ്പോർട്സ് കളിക്കുക എന്നുള്ളത് എന്താണ്? നമ്മുടെ ശരീരവുമായിട്ട് വളരെ, നമ്മുടെ ആരോഗ്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? വളരെ കണക്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്താ? തദക്കറു, നിങ്ങൾ ആലോചിക്കണം. കായിക മന്ത്രി പറയാണ്, തദക്കറു, നിങ്ങൾ ആലോചിക്കുക. എന്താണ് ആലോചിക്കേണ്ടത്? ബി അന്നൽ വിഖായത്തുൽ ഖൈരി മിനൽ ഇലജ്. നോക്കൂ, എന്താ പറയുന്നത്? വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്. ബി അന്നൽ വിഖായ, ഈ പ്രതിരോധം എന്നുള്ളത്, ഖൈറുൻ, അത് ഏറ്റവും ഖൈറാണ്, മിനൽ ഇലാജ്, അല്ലെ. അപ്പൊ ചികിത്സയേക്കാൾ നല്ലത് എന്താണ്? പ്രതിരോധമാണ്. എങ്ങനെ പ്രതിരോധം സൃഷ്ടിക്കുക? ഇത്തരം രോഗങ്ങൾ, അല്ലേ, പൊണ്ണത്തടിയായിട്ട് ഇങ്ങനെ നടക്കാറ് എന്ത് ചെയ്യുക? രാവിലെയും വൈകുന്നേരമൊക്കെ ഓടുക, അതുപോലെ തന്നെ കളിക്കുക. ഇത്തരം ഗെയിമുകളിലും ഫുട്ബോൾ, അതുപോലെ തന്നെ ക്രിക്കറ്റ്, അതുപോലെ തന്നെ വോളിബോൾ, ഷട്ടിൽ തുടങ്ങിയ വ്യായാമം, ശരീരത്തിനെ ഇളകി മറിക്കുന്ന വ്യായാമങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക? ജിമ്മിലൊക്കെ പോകാം, അല്ലേ. കാരണം എന്താ? ശരീരം ഇങ്ങനെ മടുപ്പിടിച്ചിരിക്കാൻ പറ്റൂല. ശരീരം ഇങ്ങനെ ഒരു എക്സസൈസും ചെയ്യാതെ ഇങ്ങനെ അനങ്ങാതെ കുത്തിരുന്നാൽ പല രോഗങ്ങളും നമ്മളിലേക്ക് വന്നു ചേരും. അതുകൊണ്ടാണ് നമ്മളുടെ കായിക മന്ത്രി നമ്മളോട് ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത് പ്രതിരോധമാണ് എന്തിനേക്കാൾ നല്ലത്? ചികിത്സയേക്കാൾ നല്ലത്, അല്ലെ. ഒരുപാട് മരുന്നുകൾ കഴിക്കുന്നതിനേക്കാൾ നല്ലത് എൻ്റെ പൊന്നുമക്കളെ, നിങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക? ആരോഗ്യവാനായിട്ടിരിക്കുക. ആരോഗ്യവാനായിട്ടിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആരോഗ്യമുള്ളവരായിട്ടിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? നിരന്തരം എന്ത് ചെയ്യണം? ശരീരത്തെ നമ്മൾ എന്ത് ചെയ്യണം? ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലേ. എന്നിട്ട് അതിന് ശേഷം പറയാണ്, വലാ നൻസ, നമ്മൾ മറന്നു പോകരുത്, അന്നസ്യഹത, നിശ്ചയമായും ആരോഗ്യം എന്നുള്ളത് നിഅമത്തുൻ കബീറത്തുൻ, അത് വലിയ വിശാലമായ അനുഗ്രഹമാണ്, അല്ലേ മക്കളെ, അല്ലേ. നടക്കാൻ കഴിയുന്നു, ഓടാൻ കഴിയുന്നു, ചാടാൻ കഴിയുന്നു, എല്ലാത്തിനും എന്ത് ചെയ്യുന്നുണ്ട്? നമുക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. അതെന്താണ്? വലിയ പടച്ചോൻ റഹ്മാനായ അല്ലാഹ് കനിഞ്ഞു നൽകിയ വലിയ നിഅമത്താണ്. അൽഹംദുലില്ലാ പറഞ്ഞേ പറ്റൂ മക്കളെ. അതുപോലെ തന്നെ തുസ്ബിഉ ബിഹൽ അൽ ഹയാത്ത് സഈദ, അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്. എന്ത്? അൽ ഹയാത്തു സഈദ വബിദൂനിഹ തസീറുൽ ശഖിയ, അല്ലേ. ആരോഗ്യകരമായിട്ടുള്ള ജീവിതമാണെങ്കിൽ അതിൽ നമുക്ക് എന്ത് ചെയ്യുക? വിജയിച്ച ജീവിതം, അല്ലെ, ഹയാത്തു സഈദ, വളരെ സന്തോഷപരമായിട്ടുള്ള വിജയിച്ച ജീവിതം നമുക്ക് കൈവരിക്കാൻ കഴിയും. ഇല്ലെങ്കിലോ വബിദൂനിഹ, ആരോഗ്യമൊട്ട് നഷ്ടപ്പെട്ടു പോയാൽ തസീറു ശഖിയ, നമ്മൾ പരാജിതരായിട്ട് മാറും. ആലോചിച്ച് നോക്കൂ, അല്ലേ. നമുക്ക് മര്യാദയ്ക്ക് നടക്കാൻ കഴിയാത്ത അവസ്ഥ,
മര്യാദയ്ക്കൊന്നും ഓടാൻ കഴിയാത്ത അവസ്ഥ അല്ലേ, വളരെ ബുദ്ധിമുട്ടായി നമ്മൾ എന്ത് ചെയ്യും, മാറിപ്പോകും. അതുകൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യം നമ്മൾ സംരക്ഷിച്ചേ മതിയാകൂ. നോക്കൂ, ലൈസത്തിൽ റിയാലത്തിൽ മുസാബഖത്തിൽ ഫഖത്ത്, മന്ത്രി പറഞ്ഞു വെക്കുകയാണ്, മന്ത്രി നീണ്ട പ്രസംഗം നടത്തുകയാണ്, മനോഹരമായ പ്രസംഗത്തിന് മന്ത്രി പറഞ്ഞു വെക്കുന്നുണ്ട്, അൽ ലൈസത്തിൽ റിയാലത്തുൽ മുസാബഖത്തിൽ ഫഖത്ത്. മന്ത്രി പറഞ്ഞത് എന്താണെന്നറിയോ, ഈ കായിക ഇന മത്സരങ്ങൾ വെറും മത്സരങ്ങൾക്ക് മാത്രമല്ല. അപ്പം വെറും മത്സരങ്ങൾക്ക് മാത്രമേ ഓടാൻ പറ്റൂ, അതുപോലെ തന്നെ മത്സരത്തിന് വേണ്ടി ചാടാൻ പറ്റുന്നൊന്നുമില്ല. മുന്നോട്ട് പറയാണ്, വലാകിന്നഹ വസീലത്തുൽ ഹിഫാദി അലാ സിഹത്തിൽ ഫർദിൽ മുജ്തമി, നമ്മുടെ കൂട്ടമായിട്ടും അതുപോലെ തന്നെ ഒറ്റക്കുമുള്ള നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഈ ഒരു സ്പോർട്സ് ഇനങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, വളരെ കാതലായി മാറുന്നുണ്ട്. അപ്പോൾ വെറും മത്സര പരിപാടികൾക്ക് മാത്രമേ ഇത്തരം പരിപാടികൾ പറ്റൂ എന്നുള്ള ചിന്താഗതി നമ്മൾ എന്ത് ചെയ്യരുത്, വെക്കരുത്. അല്ലാതെ നമുക്ക് എന്ത് ചെയ്യാം, ഓടാം, ചാടാം, പാടാം, കളിക്കാം അല്ലേ. എന്നിട്ട് പറയാണ് എന്ത്, ഫൽ മുമാരിസു ബിർറിയാലത്തി സ്വഹീഹ് ഫീ ജിസ്മിഹി വനശീതുൻ ഫീ അമലിഹി വസലീമുൻ ഫീ അഖ്ലിഹി. വളരെ മനോഹരമായിട്ടുള്ള പോയിന്റുകൾ പറഞ്ഞു വെക്കുന്നു. എന്താ പറഞ്ഞു വെക്കുന്നത്, ഫൽ മുമാരിസുൽ ബിർറിയാല അല്ലേ, നമ്മൾ സ്പോർട്സുമായിട്ട് എൻഗേജ് ആയാൽ, അപ്പോൾ കായിക ഇനങ്ങളുമായിട്ട് ശരീരം എന്ത് ചെയ്യുന്നു, എപ്പോഴും എൻഗേജ് ആയി നടന്നാൽ, എപ്പോഴും ഇളകി മറിച്ചാൽ, എപ്പോഴും കുടുസായിട്ട് ഇരിക്കാതെ വളരെ മനോഹരമായിട്ടുള്ള മെച്ചപ്പെട്ട ആരോഗ്യം നമ്മൾ നിലനിർത്തി കൊണ്ടുവന്നാൽ, നമ്മുടെ പ്രത്യേകതകൾ പറയുന്നു, സ്വഹീഫിൽ ജിസ്മി, നമ്മുടെ ആരോഗ്യത്തിന് തന്നെ അല്ലേ, ശരീരത്തിന് തന്നെ വളരെയധികം ഉന്മേഷം ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിലൊക്കെ എന്താ, വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ടായിരിക്കും നമ്മൾ ചെയ്യുക. അല്ലാതെ ഇങ്ങനെ കോടി കൊഴിഞ്ഞ പോലെ ഒന്നും എന്ത് ചെയ്യില്ല, നമ്മളൊന്നും ചെയ്യൂല. ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും എന്തുണ്ടാവും, ഒരു ഇൻട്രസ്റ്റബിൾ മൂവ്മെന്റ് ഉണ്ടാവും. അതുപോലെ തന്നെ നോക്കൂ, വസലീമുൻ ഫീ അഖ്ലിഹി, നമ്മുടെ ബുദ്ധിയിൽ എന്തുണ്ടാവും, നമ്മുടെ മാനസിക ആരോഗ്യം വളരെ മെച്ചപ്പെട്ടതായിട്ട് മാറും. അപ്പോൾ മാനസികാരോഗ്യം വളരെ മെച്ചപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ ശാരീരിക പ്രകൃതി അല്ലെ, നമ്മളൊരാൾ കണ്ടാൽ തന്നെ പറയും യെസ് യു ആർ പെർഫെക്റ്റ്. കാരണം എന്താ, നമ്മൾ എന്ത് ചെയ്യുന്നു, നിരന്തരം ആരോഗ്യത്തെ ശ്രദ്ധിക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും, എന്തൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു മടിയുമില്ലാതെ അടിപൊളിയായിട്ട് എന്ത് ചെയ്യുക, എല്ലാ കാര്യവും നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും. നോക്കൂ, വഖദ് സ്വദഖൽ ഖായിലു, അദ്ദേഹം പറഞ്ഞു വെക്കുകയാണ്, വഖദ് സ്വദഖൽ ഖായിലു, പറഞ്ഞ ഏതോ ഒരാൾ എന്ത് ചെയ്യുന്നു, സത്യം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഏതോ ഒരാൾ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു കാര്യം പറയാണ്, എന്ത്, അൽ അഖ്ലു സലീമു ഫീ ജിസ്മി സലീം അല്ലേ, ആരോഗ്യകരമായിട്ടുള്ള ശരീരത്തിൽ മാത്രമേ ആരോഗ്യകരമായിട്ടുള്ള ബുദ്ധി വർക്ക് ചെയ്യുള്ളൂ. അപ്പോൾ മെച്ചപ്പെട്ട ശരീരത്തിൽ മാത്രമേ മെച്ചപ്പെട്ട എന്തുണ്ടാവുകയുള്ളൂ, മാനസിക ശക്തി ഉണ്ടാവുകയുള്ളൂ അല്ലേ. അപ്പൊ മാനസിക ആരോഗ്യം സൃഷ്ടിക്കണമെങ്കിൽ, മാനസിക ആരോഗ്യം റെഡിയാണെങ്കിൽ എന്ത് ചെയ്യണം, ശാരീരിക ആരോഗ്യം മസ്റ്റാണ്. അപ്പൊ ശാരീരിക ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ മാനസിക ആരോഗ്യം കൊണ്ട് എന്തുള്ളൂ, കാര്യമുള്ളൂ. അഖീറൻ, അദ്ദേഹം അവസാനിപ്പിക്കുകയാണ്, അഖീറൻ എന്നിട്ട് അദ്ദേഹം പറയുന്നു, ഏറ്റവും അവസാനം എന്താ പറയുന്നത്, ഉഹന്നിക്കും ജമിയ, ഞാൻ നിങ്ങൾ എല്ലാവരെയും എന്ത് ചെയ്യുന്നു, ഉഹന്നിക്കും ഒരുപാട് വട്ടം എന്ന വാക്കാണ്, ഉഹന്നിക്കും, ഞാൻ നിങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു മക്കളെ, അഭിനന്ദിക്കുന്നു, എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുന്നു. അയ്യുഹൽ മുശാരിക്കൂൻ, ഈ മത്സരത്തിൽ പങ്കെടുത്ത, ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുള്ള എല്ലാവരെയും ഞാൻ എന്ത് ചെയ്യുന്നു, അനുമോദിക്കുന്നു, അഭിനന്ദിക്കുന്നു. എൻ്റെ എല്ലാവിധ ആശംസകളും ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, നേരുന്നു. വല്ലാഹു യഹ്ഫദുക്കും വയർഹാക്കും, അല്ലാഹു തആല എന്ത് ചെയ്യട്ടെ, നമ്മളെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ എന്ന് എന്ത് ചെയ്യുന്നു, അദ്ദേഹം അവസാനിപ്പിക്കുന്നു. നോക്കൂ, വളരെ സുന്ദരകരമായിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ ആണ് എന്ത് ചെയ്യുന്നത്, നമ്മളിലേക്ക് പാസ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഈ ഒരു പ്രസംഗത്തിലൂടെ വളരെ സുന്ദരമായിട്ടുള്ള ഇൻഫോർമേഷൻ പാസ് ചെയ്തു. ആ ഇൻഫോർമേഷനുകൾ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, കാര്യങ്ങൾ നീക്കണം. നമ്മുടെ ശരീരത്തെ നമ്മൾ എക്സസൈസ് തന്നെ ചെയ്യണം, കളിക്കണം, കുളിക്കണം, അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കണം, ക്രിക്കറ്റ് കളിക്കണം. ഇതൊന്നും കളിക്കാതെ ഒരു സൈഡിൽ എന്ത് ചെയ്യരുത്, ഒതുങ്ങിക്കൂടാൻ പാടില്ല മക്കളെ. അങ്ങനെ ചെയ്താൽ നമ്മുടെ ശരീരം മെച്ചപ്പെടൂല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ജിമ്മിൽ പോകേണ്ടതിൽ പോയിക്കോളൂ. അതുപോലെ തന്നെ ഫുട്ബോൾ ഈവനിങ്ങിൽ കളിക്കണം, രാവിലെ ഓടണം, ചാടണം, എല്ലാ കളികളും എന്ത് ചെയ്യണം, നമ്മൾ കളിക്കണം. എങ്കിൽ മാത്രമേ മെച്ചപ്പെട്ട ആരോഗ്യം നമുക്ക് നിലനിർത്താൻ കഴിയുള്ളൂ. ഓക്കെയാണോ മക്കളെ? കടന്നു വരൂ. നഖ്റ ഉന്നുസൂസ വനുക്മിലുൽ ജദ്വല, നമ്മളോട് പറയാണ് എന്ത് ചെയ്യുന്നത്, ഈ ബ്രാക്കറ്റ് എന്ത് ചെയ്യണം, ഈ വിട്ട ഭാഗങ്ങളിലെ ഈ കള്ളി നമ്മൾ എന്ത് ചെയ്യണം, പൂർത്തിയാക്കണം. വളരെ സിമ്പിളാണ്. അൽ മുഫ്രദ് അൽ ജംഉ തഖ്സീർ അല്ലേ, മുഫ്രദിനെ കുറിച്ചും ജംഇനെ കുറിച്ചാണ് പറയുന്നത്. ഒരുപാട് വട്ടം നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. മുഫ്രദ് എന്ന് പറഞ്ഞാൽ ഏകവചനമാണ്. ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്നത്. മൈദാൻ എന്ന് പറഞ്ഞാൽ ഒരു മൈതാനം അല്ലേ, ഒരു കളിസ്ഥലം എന്നുള്ളതിനാണ് മൈദാൻ എന്ന് പറയുക. പക്ഷേ മയാദീൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് കളിസ്ഥലങ്ങൾ. അപ്പോൾ മുഫ്രദ് എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചാൽ മക്കളെ പറഞ്ഞോളണം. ഒരാളെ കുറിച്ചാണെങ്കിൽ, ഒരു വസ്തുവിനെ കുറിച്ചാണെങ്കിൽ അതിന് മുഫ്രദും, ഒരുപാട് വസ്തുക്കളെ കുറിച്ചാണെങ്കിൽ ഒരു കളിസ്ഥലം എന്ന് പറയുമ്പോൾ അവിടെ ഒന്നേയുള്ളൂ, അത് മുഫ്രദാണ് സാറേ.
മനസ്സിലായോ? നോക്കൂ മക്കളെ, ഒരുപാട് കളിസ്ഥലങ്ങൾ കേരളത്തിൽ ഒരുപാട് കളിസ്ഥലങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ മൈതാനത്തിന്റെ ജം ആണ് മയാദീൻ. അവിടെ നമ്മൾ എന്ത് മനസ്സിലാക്കണം? അത് ജം ആണെന്ന് മനസ്സിലാക്കി വെക്കണം. മനസ്സിലായോ? കറിയത്തുൻ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രാമത്തിനാണ് കറിയത്ത് എന്ന് പറയാ. പക്ഷേ ഖുറ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്രാമങ്ങൾ. അപ്പൊ ഞാൻ പറയാണെന്ത്, കേരളത്തിൽ ഒരു ഗ്രാമമുണ്ട്. അപ്പൊ അതെന്താണ്? മുഫ്രദാണോ ജം ആണോ? അത് മുഫ്രദ് തന്നെയാണ്. ഞാൻ പറയുന്നു കേരളത്തിൽ ഒരുപാട് ഗ്രാമങ്ങളുണ്ട്. അപ്പൊ ഗ്രാമങ്ങൾ എന്ന് പറയുമ്പോൾ അതൊരു കൂട്ടമായി മാറി അതിന് ജം എന്ന് പറയും. നോക്കൂ, ഷെയ്ഖ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ. ആ ഒരു പണ്ഡിതൻ എന്ന് പറയുമ്പോൾ അത് മുഫ്രദ് തന്നെയാണ്. ഷുയൂഖ് എന്ന് പറയുമ്പോൾ എന്താണ്? ഒരുപാട് പണ്ഡിതന്മാർ കേരളത്തിലുണ്ട്. അതെന്തായി മാറി മക്കളെ? ജം ആയി മാറി. ഒരു 2-3 ഉദാഹരണം നമുക്ക് എന്ത് ചെയ്യാം? പാഠത്തിൽ നിന്ന് എടുക്കാം. ഫുർസുൻ എന്ന് പറഞ്ഞാൽ എന്താ? ഫുർസുൻ എന്ന് പറഞ്ഞാൽ അവസരത്തിനാണ് ഫുർസുൻ എന്ന് പറയാ. ഒന്നേയുള്ളൂ, അത് മുഫ്രദാണ് സാറേ. നോക്കൂ, ഫുർസത്തിന്റെ ജം ആണെന്ത്? ഫുറാസാത്തുൻ. ഫുറാസാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് അവസരങ്ങൾ. മനസ്സിലായോ? അടുത്ത് നോക്കൂ, ഷാബുൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു യുവാവ് അല്ലെ. ഷാബുൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യുവാവാണ്. ആ ഒരു യുവാവിന്റെ ജം ആണെന്ത് മക്കളെ? ശുഭാനുൻ. ഒരുപാട് യുവാക്കൾ അല്ലെ. അപ്പോ ഷാബുൻ ജം എന്താണ്? ശുഭാനുൻ. ഒരുപാട് യുവാക്കൾ. അതുപോലെ തന്നെ നോക്കൂ മക്കളെ, മുസാബക്കത്തുൻ. മുസാബക്കത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ? മത്സരം. മുസാബക്കത്തുൻ എന്ന് പറഞ്ഞാൽ ഒരു മത്സരത്തിനാണ് മുസാബക്കത്തുൻ എന്ന് പറയാ. മുസാബക്കാത്തുൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരുപാട് മത്സരങ്ങൾ. മുസാബക്കാത്തുൻ, ഒരുപാട് മത്സരങ്ങൾ. ഇങ്ങനെ എന്ത് ചെയ്യുക? ജംഇനെയും മുഫ്രദിനെയും പാഠഭാഗത്തിൽ നിന്ന് എന്ത് ചെയ്യണം? കണ്ടെത്തിയിട്ട് എന്ത് ചെയ്യണം? പഠിച്ചു വെക്കണം. സിമ്പിൾ ആണോ? മുഫ്രദ് എന്താ, ജം ആണ് എന്താ എന്നുള്ളതിൽ കൺഫ്യൂഷൻ വരുമോ? ഇല്ല സാറേ, കൺഫ്യൂഷൻ വരൂല. സെറ്റാണോ സാറേ? സെറ്റാണ്. നോക്കൂ, അടുത്ത് നോക്കൂ, അൽ വിഖായത്തു ഖൈറും മിനൽ അലജ് അല്ലേ. അപ്പോ പ്രതിരോധത്തിനേക്കാൾ ചികിത്സയേക്കാൾ നല്ലത് എന്താണ്? പ്രതിരോധമാണ് എന്നുള്ളത് പോലെ നമ്മളോട് ചെറിയ പോസ്റ്ററുകൾ അല്ലെ, ചെറിയ കണ്ടന്റുകൾ നമ്മളോട് എന്ത് ചെയ്യാനാണ്? ക്രിയേറ്റ് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നോക്കൂ, പാഠഭാഗത്തിലൂടെ നോക്കിയാൽ നമുക്ക് ഒരുപാട് പോയിന്റുകൾ എന്ത് കിട്ടും? നമുക്ക് കിട്ടും. നോക്കൂ, റിയാലത്തു ലഹാ ദൗറു മുഹിമ്മുൻ ഫി റിയാലത്തി സിയ്യ. അതുപോലെ തന്നെ തദക്കറു ബിഹന്ന വലാ നൻസ അന്ന സിഹത്ത് നിഅമത്തുൻ കബീറ അല്ലേ. വലാ നൻസ, നമ്മൾ മറന്നുകൂടാ, അന്ന സിഹത്ത് നിഅമത്തുൻ കബീറ എന്നെന്ത് ചെയ്യുക? ഇവിടെ നമുക്ക് എഴുതാം. നമ്മളോട് പറഞ്ഞത് എന്താണ്? ചില പോസ്റ്ററുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പാഠഭാഗത്തിൽ നോക്കിയിട്ട് ചില നുഇദ്ദു അൽ മുൽസഖാത്ത് എന്ന് പറഞ്ഞ ചില പോസ്റ്റർ പ്ലക്കാർഡുകൾ നമ്മളോട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. ഏത് ഉദാഹരണം പോലെ? അൽ വിഖാത്തു ഖൈറും മിനൽ ഇലജി എന്ന് പറയുന്ന ഉദാഹരണം പോലെ ചില പോസ്റ്ററുകൾ നമ്മളോട് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. വളരെ മനോഹരമായിട്ട് പാഠഭാഗത്തിൽ നിന്ന് ചെയ്യുക, ഒരുപാട് പോസ്റ്ററുകൾ ഉണ്ടാക്കിയെടുക്കാം. അതിലൊരു ഉദാഹരണമാണ് സാറ് ഇവിടെ റൗണ്ട് ചെയ്തിട്ടുള്ളത്. എന്താ? വലാ നൻസ അന്ന സിഹത്ത നിഅമത്തുൻ കബീറ എന്നുള്ളത് എന്താണ്? ഒരു പ്ലക്കാർഡ്, ഒരു പോസ്റ്ററിൽ കൊടുക്കാൻ പറ്റിയ കാര്യമാണല്ലോ. കാര്യമാണ് സാറേ. കാരണം എന്താ? നമ്മൾ ഒരിക്കലും മറന്നുകൂടാ. ആരോഗ്യം എന്നുള്ളത് അത് വലിയൊരു നിഅമത്താണ് എന്നുള്ള കാര്യം നമ്മൾ മറന്നുകൂടാ. എന്ത് ചെയ്യാം? നമുക്കൊരു പോസ്റ്റർ ഉണ്ടാക്കാം. നോക്കൂ, അതുപോലെ തന്നെ അൽ ഹഖലു സലീമു ഫി ജിസ്മി സലീം അല്ലേ. ഇത് നമുക്ക് എന്ത് ചെയ്യാം? ഒരു പോസ്റ്ററായിട്ട് എന്ത് ചെയ്യാം? ഉണ്ടാക്കിയെടുക്കാം. ഒരു പ്ലക്കാർഡാക്കി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അൽ ഹഖലു സലീമു ഫി ജിസ്മി സലീമു എന്ത് ചെയ്യുക? ഇതിലേക്ക് പ്ലക്കാർഡാക്കി എടുക്കുക. മനസ്സിലായോ മക്കളെ? പാഠഭാഗം വളരെ മനോഹരമായിട്ട് മനസ്സിലാക്കിയാലേ ഇത്തരം പോയിന്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂ? ഇങ്ങോട്ട് മാറ്റിയെടുക്കാൻ വേണ്ടി കഴിയുള്ളൂ. നോക്കൂ, ഇനി നമ്മൾ ഇവിടെ കാണുന്നത് ഒരു പത്രമാണ് കാണുന്നത് അല്ലേ. അപ്പോൾ സൗത്തുൽ കരിയ എന്ന് പറയുന്ന ഒരു പത്രം അല്ലെ, അഖ്ബാർ ഒളിമ്പിയൽ കരിയത്ത് ഫിൽ ജരീദ. അപ്പൊ നമ്മൾ ഈ ഒരു ന്യൂസ് എന്ത് ചെയ്യുന്നു? ഒരു പത്രത്തിൽ വരുന്നു. പിറ്റേ ദിവസം എന്ത് ചെയ്യുന്നു? പത്രത്തിൽ അത് റിപ്പോർട്ട് ചെയ്ത് വരുന്നു. നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെ അല്ലേ. ഒരു പരിപാടി നടന്നാൽ എന്ത് ചെയ്യും? ആ പരിപാടിയുടെ പോസ്റ്റർ എന്ത് ചെയ്യും? ആ പരിപാടിയുടെ ന്യൂസ് എന്ത് ചെയ്യും? പിറ്റേ ദിവസം പത്രത്തിൽ വരും. അതേപോലെ തന്നെ നമ്മുടെ ഗ്രാമത്തിൽ നടന്നിട്ടുള്ള ആ മത്സരത്തിന്റെ കുറിപ്പ് എന്ത് ചെയ്യുന്നു? പത്രത്തിൽ വരുന്നു. നോക്കൂ, ആ സൗത്തുൽ കരിയ എന്ന് പറഞ്ഞാണ് എന്ത്? പത്രത്തിന്റെ ഹെഡിങ്, തലക്കെട്ട്. ഇൻതഹത്തിൽ മുബാറയാത്തു അൽ ഒളിമ്പിയൽ കരിയ, അതാണ് നമ്മളെ ഹെഡിങ്. എന്ത് ചെയ്തു? അവസാനിച്ചു അല്ലെ. അപ്പോ ഒളിമ്പിക്സ് മത്സരം, ഗ്രാമത്തിലെ ഒളിമ്പിക്സ് മത്സരം എന്ത് ചെയ്തു? അവസാനിച്ചു എന്ന് പറഞ്ഞിട്ടാണ് എന്ത് ചെയ്യുന്നത്? പത്രം വരുന്നത്. നോക്കൂ, അൽ ഇടുക്കി അല്ലേ. അപ്പൊ നമ്മൾ പത്ര റിപ്പോർട്ടിൽ ആദ്യം എന്ത് ചെയ്യും? സ്ഥലം കൊടുക്കും. ഇടുക്കിയാണ് എന്ത്? ജില്ല അല്ലെ. എന്നിട്ട് പറയാണെന്ത്? ഇൻതഹത്തിൽ മുബാറയാത്തുൽ ഒളിമ്പിയ കരിയല്ലത്തിൽ ലൊഹറത്ത് ഫിയ അൽ ഹമാമസു വൽ ലിക്കായ, അതായത് ആ ശാരീരിക ക്ഷമതയും അതുപോലെ തന്നെ ധീരതയും കൊണ്ടാടിയിട്ടുള്ള നമ്മുടെ കറിയത്തിന്റെ ഗ്രാമത്തിലെ ഒളിമ്പിക്സ് പരിപാടി എന്തായി? അവസാനിച്ചു. ഇഫ്തതഹ അൽ വസീറു റിയാള
നമ്മളെ സ്പോർട്സ് കായിക മന്ത്രി എന്ത് ചെയ്തു? ഇഫ്തതഹ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അൽ ഹഫ്ലത്തുൽ ഖിതാം അവസാനത്തെ പ്രോഗ്രാം. അപ്പോൾ അവസാനത്തെ പരിപാടികൾ, അപ്പോൾ സമാപന പരിപാടി എന്ത് ചെയ്തു? മന്ത്രി ഉദ്ഘാടനം ചെയ്തു. വഖാമ ബിതൗസീഇൽ അസ്മിയത്ത് വൽ ജവായിസ് അദ്ദേഹം മെഡലുകളും അതുപോലെ തന്നെ അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളും എന്ത് ചെയ്തു? അദ്ദേഹം നൽകി അല്ലേ? അപ്പോൾ അദ്ദേഹം മെഡലുകൾ അതുപോലെ തന്നെ സമ്മാനങ്ങളും അദ്ദേഹം എന്ത് ചെയ്തു? വേദിയിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് പറയാണ് വഖദ്ദമ തഹാനി അൽ ഖാസിദുൽ മുത്തസാബിഖി അബ്ദുള്ള അല്ലദി ജാവസ സമാനി മിൻ ഉംരിഹി അല്ലേ? അപ്പോൾ 82ാമത്തെ വയസ്സിൽ പരിപാടിയിൽ ഫസ്റ്റ് നേടിയിട്ടുള്ള ആ അബ്ദുള്ളയെ എന്ത് ചെയ്തു? നമ്മുടെ മന്ത്രി എന്ത് ചെയ്തു? പ്രത്യേകം പ്രശംസിച്ചു. അതുപോലെ തന്നെ വഹാസ വിസാമു ദഹബിഹി അദ്ദേഹം എങ്ങനത്തെ ആളാണ്? അദ്ദേഹം സ്വർണ്ണ മെഡൽ നേടിയിട്ടുള്ള അദ്ദേഹത്തെ നമ്മളെ മന്ത്രി പ്രത്യേകം അനുമോദിച്ചു. നോക്കൂ, വഖദ് സ്വറഹ ഫീ ഖുതുബതിഹി ബി അന്ന ഹാദ ഒളിമ്പിയ ഖുതുവത്തുൻ ഹസനത്തുൽ വിലാദ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു, പ്രത്യേകം എടുത്തു പറഞ്ഞു എന്ത്? അന്ന ഖുതുവത്തു ഹസനത്തുൽ വിലായത്തിന നമ്മളെ മറ്റു എല്ലാ ആളുകൾക്കും ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങളുടെ ഗ്രാമനിവാസികൾ ചെയ്തത് എന്നുള്ള കാര്യം അദ്ദേഹം കൂട്ടിച്ചേർത്തു. റഅസ ഹുദൂബുൽ മജ്ലിസു അത്തശ്രീൽ ഹഫ്തു വഹൽക റഈസുൽ മജ്ലിസ് അൽ ഖവരിയ ഖുതുബത്തു തആനി. നോക്കൂ, റഅസ അധ്യക്ഷ പദവി അലങ്കരിച്ചു. ആരാണ്? ഹുദൂബുൽ മജ്ലിസ് തശ്രീഇ അൽ ഖഫല അതായത് MLA അല്ലേ? ഉലൂബുൽ മജ്ലിസ് തശ്രീ എന്ന് പറഞ്ഞാൽ എന്താ? MLA എന്ത് ചെയ്തു? ആ പരിപാടിക്ക് അധ്യക്ഷത നൽകി. അതുപോലെ തന്നെ അൽക റഈസുൽ മജ്ലിസുൽ കരവി അൽ ഖുതുബത്തു തആനി അല്ലേ? ആശംസാ പ്രസംഗം ആര് നടത്തി? നമ്മളെ റഈസു മജ്ലിസുൽ കറവി എന്ന് പറഞ്ഞാൽ ഗ്രാമത്തിലെ പഞ്ചായത്ത്. അപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആശംസ നടത്തുകയും MLA എന്ത് ചെയ്തു? അധ്യക്ഷ പ്രസംഗം നടത്തുകയും നമ്മുടെ കായിക മന്ത്രി എന്ത് ചെയ്തു? ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. ഇനി നമ്മളോട് ഇവിടെ പറഞ്ഞത് എന്താ അറിയോ? ഈ ഒരു പരിപാടിക്ക് എന്ത് ചെയ്യണം? ഒരു പോസ്റ്റർ നമ്മൾ ഉണ്ടാക്കണം അല്ലേ? അതായത് ഒരു പരിപാടിയുടെ എന്തുണ്ടാക്കണം? നമ്മൾ ഒരു ഘടന നമ്മൾ ഉണ്ടാക്കണം. നോക്കൂ, തർഹീബ് എന്ന് പറഞ്ഞാൽ എന്താ? തർഹീബ് എന്ന് പറഞ്ഞാൽ എന്താ? ആശംസാ പ്രസംഗം അല്ലേ? ആശംസാ പ്രസംഗം നടത്തിയ ആളായിരുന്നു. ആരായിരുന്നു ഇവിടെ ആശംസാ പ്രസംഗം നടത്തിയത്? ഫഖർ സൊറഫി ഉത്പത്തി തർഹീബ്. അതുപോലെ തന്നെ റിയാസ എന്ന് പറഞ്ഞാൽ എന്താ? ആശംസാ പ്രസംഗം. അതുപോലെ തന്നെ അൽ ഇഫ്തിതാഹ് ഉദ്ഘാടനം നടത്തിയതാരാ? അതുപോലെ തന്നെ തൗസീഉൽ ഔസിമ നമ്മുടെ മെഡലുകൾ നൽകിയത്. അതുപോലെ തന്നെ തഹാനി ആശംസ പറഞ്ഞ ശുക്രൻ നന്ദി പറഞ്ഞത്. അപ്പോൾ തർഹീബ് എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ റിയാസ എന്ന് പറഞ്ഞാൽ അധ്യക്ഷ പദവി വഹിച്ചത് അല്ലേ? അപ്പോൾ അധ്യക്ഷന്റെ പേര് എന്ത് ചെയ്യണം? ഇവിടെ നമ്മൾ എഴുതിയെടുക്കണം. അപ്പോൾ അതുപോലെ തന്നെ തർഹീബ് എന്ന് പറഞ്ഞാൽ എന്താ? അനുഗ്രഹ പ്രസംഗം നടത്തിയ ആള്. അതുപോലെ തന്നെ റിയാസ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പരിപാടിയുടെ അധ്യക്ഷൻ. അപ്പൊ നോക്കൂ, റിയാസ രാധ റഈസു ഉലൂബുൽ മജ്ലിസ് തശ്രീദ ഉലൂബുൽ മജ്ലിസ് തശ്രീഹ് അല്ലേ? ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്? MLA ആണ് എന്ത് ചെയ്യുന്നത്? നമ്മളെ പരിപാടിക്ക് അധ്യക്ഷത വഹിച്ചത്. അതുപോലെ തന്നെ ഇഫ്തിതാഹ് ഉദ്ഘാടനം ചെയ്തത് ആരായിരുന്നു? കായിക മന്ത്രി ആയിരുന്നു. ഇവിടെ ഇഫ്തതഹ അൽ വസീറു റിയാദ അല്ലേ? ഇദ്ദേഹത്തിന് എന്ത് ചെയ്യുക? ഇങ്ങോട്ട് എഴുതിയെടുക്കുക. അതുപോലെ തന്നെ തൗസീഉൽ ഔസിമ അതായത് മെഡലുകൾ നൽകിയത് ആരായിരുന്നു? അദ്ദേഹം തന്നെയായിരുന്നു. അപ്പൊ ഇവിടെ നിന്ന് എന്ത് ചെയ്യുക? ആ പേരും അപ്പോൾ വസീർ റിയാൽ എന്താണ് ചെയ്തത്? മെഡലുകൾ ചെയ്ത് തന്നതും അദ്ദേഹമാണ്. അതുപോലെ തന്നെ തഹാനി എന്ന് പറഞ്ഞാൽ ആശംസാ പ്രസംഗം നടത്തിയത് ആരായിരുന്നു? ആശംസാ പ്രസംഗം നടത്തിയത് ആരായിരുന്നു? അൽ ഖുതുബത്തു തആനി അൽക റഈസുൽ മജ്ലിസുൽ കറവി എന്ന് പറഞ്ഞാൽ ആരാ? നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റാണ് ആശംസ നടത്തിയത്. അടുത്തത് ശുക്ർ പറഞ്ഞത് ആരാ? ഒരാളെ പേര് എഴുതി കൊടുക്കുക. അപ്പോൾ മക്കളെ, നിങ്ങളോടും ഒരു പക്ഷെ എന്ത് ചെയ്യും? ഇങ്ങനെ ഒരു ഫോർമാറ്റ് തന്നിട്ട് ഇത് പൂർത്തിയാക്കാൻ വേണ്ടി പറയും. നമ്മളെ പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള ഷെഡ്യൂൾ എന്ത് ചെയ്യാൻ പറയും. അതായത് ആരാണ് ആശംസ പറയേണ്ടത്, ആരാണ് അധ്യക്ഷത വഹിക്കേണ്ടത്, ആരാണ് ഉദ്ഘാടനം ചെയ്യേണ്ടത്, ആരാണ് മെഡലുകൾ കൊടുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ എന്ത് ചെയ്യും? നമ്മളോടും ശ്രദ്ധിക്കാൻ വേണ്ടി പറയും, നമ്മളോടും ചെയ്യാൻ വേണ്ടി പറയും. ഇതേപോലെ എന്ത് ചെയ്യണം? ഈ ഫോർമാറ്റുകളൊക്കെ നമ്മൾ പഠിച്ചു വെക്കണം. റിയാസ എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ്തിതാഹ് എന്ന് പറഞ്ഞാൽ എന്താ? തൗസീൽ അസ്മി എന്താ? തഹാനി എന്താ? ശുക്ർ എന്താ? ചെയ്യണം? ഈ കാര്യങ്ങളൊക്കെ പഠിച്ചു വെക്കുകയും അതുപോലെ തന്നെ ഇങ്ങനെ ഒരു ഫോർമാറ്റ്, ഇങ്ങനെ ഒരു പത്രക്കുറിപ്പ് തന്നാൽ ആ പത്രക്കുറിപ്പിൽ നിന്ന് ഇത്തരം ആശംസ പറഞ്ഞ ആളുടെ പേര്, അപ്പോൾ ആശംസയുടെ അറബി വാക്ക് പഠിക്കണം, അതുപോലെ തന്നെ ഉദ്ഘാടനത്തിന്റെ അറബി വാക്ക് പഠിക്കണം, അധ്യക്ഷന്റെ അറബി വാക്ക് പഠിക്കണം. എങ്കിൽ മാത്രമേ ഇത്തരം ഒരു പത്രത്തിന്റെ ഫോർമാറ്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയൂ? ഒരു പരിപാടിയുടെ അല്ലെ ഒരു പ്രോഗ്രാം ലിസ്റ്റ് എന്ത് ചെയ്യാൻ കഴിയൂ? നമുക്ക് റെഡിയാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ട് എന്ത് ചെയ്യണം? ഈ വാക്കുകൾ കാണാതെ പഠിക്കുകയും അതുപോലെ തന്നെ അവിടെ എങ്ങനെയാണ് അത് ഉപയോഗിച്ചത്
വെച്ച് നോക്കൂ. അൽക്ക റഈസുൽ മജ്ലിസിൽ ഖബരി ഖുതുബത്ത് തഹാനി. അപ്പോൾ ഇവിടെ തഹാനി എന്ന് കണ്ടാൽ തൊട്ട് മുമ്പെയുള്ള ആടോ റഈസുൽ മജ്ലിസുൽ കരവിയാണ്, അതായത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആണ് നടത്തിയത് എന്ത് ചെയ്യണം നമ്മൾ മനസ്സിലാക്കി വെക്കണം. നോക്കൂ ഏറ്റവും അവസാനം എന്താ ഏറ്റവും അവസാനം എന്താ കാമായിസുൽ വിസാമി ദഹബി അബ്ദുല്ലാഹി ബിൻ ഇഫ്തിദാൽ മിഹ്ർജാനി അരിലാത്തു വാൽക ഖുതുബത്തൻ നൂയിദ് ഖുതുബത്തിൻ മുസായിദ് നിഖാദിൽ ഹാത്തിയ. നമ്മളോട് പറഞ്ഞത് എന്താ അറിയോ, നമ്മൾ അബ്ദുള്ള എന്ത് ചെയ്തു, മറ്റൊരു പരിപാടിക്ക് വേണ്ടിയിട്ട് അല്ലേ, മറ്റൊരു കായികമേള ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ട് ആര് പോവാണ്, അബ്ദുള്ള പോവാണ്. അപ്പം ഫസ്റ്റ് മെഡൽ ഗോൾഡ് മെഡലൊക്കെ നേടിയിട്ടുള്ള ഒരാൾ സ്വാഭാവികമായിട്ടും വേറെ ഒരുപാട് പ്രോഗ്രാമുകൾക്ക് ഉദ്ഘാടനം ചെയ്യാൻ എന്ത് ചെയ്യും, ആളുകൾ വിളിക്കും. അപ്പം അതേപോലെ നമ്മൾ അബ്ദുള്ള എന്ത് ചെയ്തു, ഒരു പരിപാടിക്ക് വേണ്ടി എന്ത് ചെയ്തു, അദ്ദേഹത്തെ വിളിച്ചു. എന്നിട്ട് നോക്കൂ നമ്മളോട് പറഞ്ഞത് എന്താ, ഈ കൊടുത്തിട്ടുള്ള കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് ചെയ്യണോ, നമ്മളൊരു കുറിപ്പ് തയ്യാറാക്കണം. അപ്പൊ അബ്ദുള്ള പറഞ്ഞത് എന്തൊക്കെ, അന മസ്റൂർ, ഞാൻ വളരെ സന്തോഷവാനാണ്. റിയാദത്ത് എന്ന് പറഞ്ഞാൽ എന്താ, റിയാദത്ത് പറഞ്ഞാൽ സ്പോർട്സ്, തുസായു സായിക്കുന്ന സിഹ, ആരോഗ്യ, നിഅ്മത്ത്, അനുഗ്രഹം, മുഷാരിക്കത്ത്, നഷാത്ത്, യുസബിബു അൽ ഖസ്ല അഫ്തതഹ അതമന്ന അഖ്തമി ശുക്ർ അലി ഹുസ്ന് ഇസ്തിമായിക്കുമെന്ന് തുടങ്ങിയ ഈ വാക്കുകൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു കുറിപ്പ് തയ്യാറാക്കണം. അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു കുറിപ്പ് എന്ത് ചെയ്യണം, നമ്മളെല്ലാവരും എന്ത് ചെയ്യണം, തയ്യാറാക്കി വെക്കണം. എന്തൊക്കെ, അയ്യുഹൽ അഫ്ദുൽ കരീം أنا مسرور جدا على حصول هذه الفرصة الذهبية أيها الأعزاء الرياضة لها دور مهم في رياضة الصحة العافية അല്ലേ. ഈ പാഠഭാഗത്തിൽ നമ്മളെ മന്ത്രി പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് ഉപയോഗപ്പെടുത്തുക. അന സയ്യിദ് ബിലിക്കായിക്കും എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഈ തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നമുക്ക് ഇവിടെ ചേർത്താൽ എന്ത് ചെയ്യും, നല്ലൊരു കുറിപ്പാകും. അപ്പോൾ ഈ കാര്യങ്ങൾ, ഈ പോയിന്റുകൾ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒരു മനോഹരമായിട്ടുള്ള കുറിപ്പ് തയ്യാറാക്കണം. അപ്പോൾ ആ കുറിപ്പ് തയ്യാറാക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം. നമ്മുടെ മന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യുക, ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായോ മക്കളെ? അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ ഇതിൽ നിന്ന് പഠിച്ചിട്ടുള്ളൂ. അപ്പം കുട്ടികളൊക്കെ എന്ത് ചെയ്യുക, നിർബന്ധമായിട്ടും എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യുക, വളരെ മനോഹരമായിട്ട് പഠിച്ചു വെക്കുക. ആരും എന്ത് ചെയ്യരുത്, പഠിക്കാതെ എക്സാമിലേക്ക് പോകരുത്. അപ്പോൾ പോസ്റ്ററുകൾ ഉണ്ടാക്കാൻ എന്ത് ചെയ്യണം, നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ മുഫ്രദ് എന്താ, ജം എന്താ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ ഇത് വേർഡുകളുടെ അതായത് ഒരു പ്രോഗ്രാം ലിസ്റ്റ് ഉണ്ടാക്കാൻ പറഞ്ഞാൽ അത് തർഹീബ് എന്താണോ, റിയാസ് എന്താ, ഇഫ്തിദാ എന്താ, തൗസീൽ ഔസിം എന്താണ്, തഹാനി എന്താ, ശുക്ർ എന്താന്നുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അതുപോലെ തന്നെ ഇത്തരം വേർഡുകൾ തന്നെ നമ്മളോട് എന്ത് ചെയ്യും, ഒരു പാരഗ്രാഫ് തയ്യാറാക്കാൻ വേണ്ടി പറയുമ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഈ പാഠഭാഗത്ത് നിന്ന് നമ്മളെ മന്ത്രി പറഞ്ഞ വാക്കുകളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് എന്ത് ചെയ്യണം, അത്തരം ഒരു ഫോർമാറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഉണ്ടാക്കി പഠിക്കണം. എങ്കിൽ എന്ത് ചെയ്യുക, നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് എന്ത് ചെയ്യുക, വളരെ നല്ല മാർക്ക് എന്ത് ചെയ്യാൻ കഴിയും, സ്കോർ ചെയ്യാൻ കഴിയും. അപ്പോൾ എൻ്റെ എല്ലാ മക്കൾക്കും സാറ് പറഞ്ഞത് മനസ്സിലായിട്ടുണ്ട് സാറ് വിശ്വസിക്കുന്നു. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കാര്യമായിരുന്നു സാറ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും വിജയാശംസകൾ നൽകുന്നു. എല്ലാവരും വളരെ അടിപൊളിയായിട്ട് ഉഷാറായിട്ട് വളരെ കിണ്ണം കാഴ്ചയായിട്ട് എന്ത് ചെയ്യുക, എല്ലാവരും പഠിക്കുക, ആരും ഉഴപ്പരുത്, നല്ല മാർക്ക് എല്ലാവരും സ്കോർ ചെയ്യുക. അഭിപ്രായങ്ങൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. ക്ലാസ് കേട്ട് കഴിഞ്ഞാൽ ക്ലാസ്സിനെ കുറിച്ചുള്ള എല്ലാ അഭിപ്രായം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഷെയർ ചെയ്യാം, പങ്കുവെക്കാം. അപ്പോൾ എല്ലാവർക്കും ജസാക്കുമുല്ലാഹു ഖൈറൻ, ശുക്രൻ ലക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.